അല്ല ഈ എന്താ അവിടെ ചെയ്യണ്? ആ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്ക. ചായ അല്ല ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഇത് പാലുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജില്, അപ്പൊ അതിന്ന് കുറച്ച് എടുത്തങ്ങാണ്ട് തുള്ളി ചായ ഉണ്ടാക്കാച്ചിട്ടേന്ന്. പാലോ? ഈ ആ പാലെടുത്തോ? ഞാൻ വൈകുന്നേരം ഇക്ക് കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചതേന്ന്. എന്നോട് ആരപ്പാ എടുക്കാൻ പറഞ്ഞത്? ഞാൻ അവിടെ കണ്ടപ്പോ എടുത്തുന്നുള്ളൂ. ഒരാള് വാങ്ങി വെച്ചേന്നെ എടുക്കണം കേട്ടോ. ഒരു മാനേഴ്സ് ഇല്ലാത്ത കാട്ടലാണ്. ഇതെന്താ ഇക്ക് ഇങ്ങനെ നിന്ന് ചെരിയണത്? അത് ചായപ്പൊടി അത് കുറച്ച് കടുപ്പത്തിൽ ഉണ്ടാക്കാച്ചിട്ടേന്ന്. ഈ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടോ? ഇക്ക അവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസ ആയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങണേ. അത് അനക്ക് ഇങ്ങനെ നാസാക്കാൻ വേണ്ടിയിട്ടല്ല. തന്നെ അവിടുന്ന് ഇതേമാതിരിയുള്ള സ്വഭാവം കാട്ടിയിട്ട് കാര്യം മാപ്പിള വേറെ പെണ്ണിന്റെ പിന്നാലെ നടക്കണത്. എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. എന്താ ഇജ്ജ് ഇവിടെ എങ്ങനെ വന്നിരിക്കണ്? ഒന്നുമില്ലമ്മ, ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്നതാ. ഇതൊന്നും ഒരോൾച്ച? പിന്നെന്താ എന്റെ കണ്ണും മോറൊക്കെ ഇങ്ങനെ വാടിയിക്കണല്ലോ? ഞാൻ ആ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് പാല് ഞാൻ എടുത്തിരുന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതിന് താത്ത വന്നിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഞാൻ പൂതി കൊണ്ട് ഉണ്ടാക്കിയതമ്മ, ഒന്നും കിട്ടലില്ല. ഞാൻ ഇവിടുന്ന് പോയതിന്റെ ശേഷം ഒരു പാൽ ചായ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല. പാല് കണ്ടപ്പോ ഒരു പൂതി തോന്നി, അതാ ഞാൻ എടുത്ത്. ഞാനത് കുടിച്ചിട്ടുമില്ല. അവിടെ ഉണ്ട്. ഓള് അങ്ങനെ തന്നെയാണ് കുട്ടിയെ. ഓള് ഇന്നോടും അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ സഹിച്ചു കുടിച്ച് നിക്കാന്നല്ലാതെ സെമീറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഞാൻ എന്തിനാ വെറുതെ പറയുന്നത് വെച്ചിട്ടാണ്. ഓന്റെ ജീവിതം കൂടി ഇല്ലാതാവില്ല ചെയ്യാ. ഓനക്കും ഇടക്കും ഓളെ സ്വഭാവം ഒന്നും പറ്റലൊന്നും ഇല്ല. പിന്നെ ഞാൻ ഒരു കുറ്റം എന്നോട് പറിച്ചിലില്ല. അതുകൊണ്ട് എന്റെ കുട്ടി സമാധാനമായിട്ട് അവിടെ നിക്കണത്. ഇപ്പൊ അന്നിട്ട് ഈ കാട്ടണത് ഞാൻ ഓനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനക്ക് അപ്പൊ ഓളോട് ദേഷ്യേക്കാരം. അത് വാണ്ടാച്ചിട്ടാണ്. ഉമ്മാന്റെ കുട്ടി എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോവാൻ നോക്ക്. ഇവിടെ നിന്നിട്ടും വലിയ കാര്യൊന്നുമില്ല. ഞാൻ എങ്ങനെ അമ്മ ഞാൻ അവിടെ പോയി നിക്ക? നിങ്ങക്ക് എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവൂലമ്മ. നിന്നൊന്ന് മനസ്സിലാക്കി. ഇമ്മ മനസ്സിലാക്കായിട്ടല്ല, ഉമ്മക്കൊക്കെ അറിയാം എന്റെ കുട്ടിക്ക് അവിടെ നിക്കാൻ വെച്ചാന്ന് ഒക്കെ അറിയാം. ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. അതിന് ഏത് രീതിയിലാ ഓൻ കാണുന്നൊന്നും നമുക്ക് അറിയില്ല. ഉമ്മാന്റെ ഗതിയോട് പറഞ്ഞതാണ്. എന്റെ വാപ്പ ഉണ്ടായിരുന്നുണ്ടെങ്കില് ഉമ്മാന്റെ കുട്ടിക്ക് ഈ ഗതിയോടൊന്നും ഉണ്ടാവൂലായിന്ന്. 10 രൂപ എന്റെ പണ്ടും കൊടുത്തിട്ട് എന്നെ കെട്ടിച്ചതാണ്. എന്നിട്ടിപ്പോ ഒരു തരി സ്വർണം പോലും എന്റെ മേത്തില്ല. ഒക്കെയും ഓർത്ത് കള്ളുടിച്ച്. എന്നാലും കുടിച്ചോട്ടെ എടുത്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഉമ്മാന്റെ കുട്ടീനിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കണത് കാണാൻ വെക്കണില്ല. എന്റെ കുട്ടിയെ ഒക്കെ ക്ഷമിക്ക്. പടച്ചോനല്ലേ വലുത്. പടച്ചോൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉമ്മാന്റെ കുട്ടിക്ക് കാട്ടി തരും. ഇത് സമാധാനായിട്ടിരിക്കുക. ചായ എടുത്ത് കുടിച്ച ഓള അങ്ങനെ പലതും പറയും. എന്റെ മകൻ കൊണ്ടുവരണല്ലേ എന്റെ ആങ്ങള പൈസ കൊടുത്തിട്ട് വാങ്ങിയ മുതലാണത്. അതുകൊണ്ട് അണക്കെടുത്ത് കുടിച്ചിട്ട് ഒന്നും വരൂല. ഓളെ പെരേന്നും കൊടുന്നു ഒന്നല്ല. ഇവിടെ വായ ഞാൻ അടുത്തരാം. ആ പോതില്ലായിട്ടല്ലല്ലോ ഞാൻ പോവാത്ത. നിക്കാനൊക്കെ തീരെ താല്പര്യമില്ല. ഗതികേടോണ്ടല്ല ഞാൻ ഇവിടെ വന്ന് നിക്കണം. ആർക്കുള്ളിൽ എന്നെ പോലെ ഒരു അടങ്ങറും. ഞാൻ ഇത്ര ദിവസമായി രാത്രി ഒക്കെ ഒന്നും ഉറങ്ങിയിട്ട്. എന്റെ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടി. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യാനൊക്കെ ഒരു പുറത്തുമില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കുത്തുവാക്കും.
എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞയച്ചാൽ പറ്റുള്ളൂ. എന്തിനാ ഓള് ഇങ്ങോട്ട് വന്നിക്കണത്? മനുഷ്യന്മാര് നിക്കുന്ന സ്വസ്ഥതയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിട്ട്. എന്താ ഇപ്പൊ ഇവിടെ പണിയെടുക്കാതിരിക്കാലോ. അവിടെ പണിയെടുത്ത് മടുത്തതുകൊണ്ട് മാപ്പിളിനെ ഓരോ കുറ്റം പറഞ്ഞാൽ വന്നത് ഈ കാര്യങ്ങൾ. ഹലോ, ഒന്ന് പറയണ്ട എന്റെ അമ്മ. ഒരു പെങ്ങളും ഇങ്ങോട്ട് കേറി വന്നിക്കണ് ഇന്നലെ രാത്രി. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത് നിങ്ങക്ക്. പോവേ, ഓള് ഇനി പോണൊന്നുമില്ല. ഓളെ മാപ്പിളിന് മാണ്ടാറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിക്കണത്. മാപ്പിളക്ക് വേറൊരു പെണ്ണിനായിട്ട് എന്തോ ബന്ധം ഉണ്ടത്ര. അത് ഇവള് കണ്ടിട്ട് ആകെ പ്രശ്നമായിന്ന്. ഇത് അതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിക്കാണ്. ഞാൻ എന്ത് പറയുന്നു ഉമ്മ? ഓലെ പെരേക്ക് ഇങ്ങോട്ട് കേറി വന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ആങ്ങളന്റെ പുന്നാര പെങ്ങളല്ലേ. അതന്നെ പറഞ്ഞത്. എനിക്കുള്ള സ്വസ്ഥതയും കൂടി ഇല്ലാതാവും. കേട്ടുങ്ങാണ്ടേച്ച് വരുവാണാവോ ഞാൻ പറയുന്നത്. ആ ആ ആ അത് നല്ല ഐഡിയാണ്. എന്തായാലും ഞാനൊന്ന് പറ്റി നോക്കട്ടെ. ഉൾപ്പടുത്തൊന്നും പോകൂലെന്നുള്ളതൊന്നും ആദ്യം അറിയണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ. ആ, ഞാൻ എങ്ങനെ വരാനാ? ഇവിടെ ഓളവിടെ നിർത്തിങ്ങാണ്ട് ഞാൻ പോന്നിട്ടുണ്ടെങ്കിലേ ഇവിടെയുള്ള സകല സാധനങ്ങളും ഓള് നശിപ്പിക്കും. ഇക്ക വാങ്ങണതല്ലേ, അല്ലാതെ ഓളമ്മയും ഓളെ നാപ്പയൊന്നും കൊടുത്തിട്ടൊന്നുമല്ലല്ലോ ഇവിടെ ചെലവാർത്തുന്നത്. ഇക്കയാണെന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും ഇവിടെ കൊടുന്ന് വെക്കുകയും ചെയ്തിരിക്കണം. ഇപ്പൊ തന്നെ ഞാനൊരു പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ട് അതും എടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചത്. ആ, അതെന്നെ പറഞ്ഞത്. ഒരു മുതലിപ്പത്തിനുള്ളിൽ ഇരിക്കാൻ വെച്ച. ഇക്ക കൊറേ ബേക്കറി സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ എടുത്തുക്കണാവോ. ഞാൻ ഇങ്ങനെ എന്റെ അൽമറയിൽ കൊടുന്ന് വെക്ക. എന്നിട്ട് വേണം തള്ള അതിന് ചാടി കളിച്ചാൻ. ഓൾക്കൊരു കുട്ടിയുള്ളതല്ലേ, ഓളെ കുട്ടിക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും എന്നോട്. പിന്നെ ഇക്ക അതിനും വേണ്ടിട്ട് ഇന്നേച്ച് തിരക്കുണ്ടാക്കും. എന്തിനാ വെറുതെ? എങ്ങനെയും ഓളിപ്പിടി നാട്ടാൻ നോക്കണം, ആരും അറിയാതെ. ആ, എന്റെ അമ്മായിമ്മ തള്ള വിളിക്കണ്ടെന്നെ. ഞാൻ പിന്നെ വിളിക്കാം നിങ്ങളെ. ശരി. തള്ള വിളിക്കാം. മോളെ, ആ, എന്തമ്മ? അല്ല എന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞോ? ആ, എന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞല്ലോ. എന്റെ കുട്ടിയുടെ ഓളതും ഉണ്ടായിരുന്നു തിരുമ്പാനേ. എന്താ ഓൾതും കുട്ടികളുടെ എന്തോ ഓൾക്കാൻ തിരുമ്പിട്ടാ പോരെ? എന്തിനാ എന്നോട് പറയണത് നിങ്ങള്? അല്ല, വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിട്ടായിരുന്നു, അതാ പറഞ്ഞത് ഞാന്. ആ, മെഷീൻ ഒരു പ്രാവശ്യമൊക്കെ തന്നെ ഓടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നാളെ തിരുമ്പ, നാളെ മെഷീനിൽ ഇടാം. അല്ലെങ്കിൽ പറ്റൂലെന്നുണ്ടെങ്കിൽ ഓളോട് ആ കല്ലുമ്മ തിരുമ്പാൻ പറയും. എല്ലായിടത്തും കൂടി മെഷീനിൽ ഇട്ട് തിരുമ്പുമ്പേ ഒരുപാട് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇന്റത് എന്ന് പറഞ്ഞാൽ വല്ലാതെ ചളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനൊന്നിട്ട് ഇങ്ങോട്ട് കറക്കി എടുത്താൽ മതി. ഓളതോളെ കുട്ടികളൊന്നും അങ്ങനല്ലല്ലോ. ആകെ മണ്ണിലും ചളിയിലുമാണ് ഏത് നേരം ആ കുട്ടി കളിക്കണത്. അപ്പൊ ആ കല്ലുമ്മ തിരുമ്പാൻ പറഞ്ഞാലും ഓളോട്. ഓ, മെഷീനിൽ തിരുമ്പായിട്ടാ. എന്നിട്ട് അതിന്റെ പൈസയും കൂടി കൂടിയിട്ട് വേണം എന്റെ മാപ്പിള കൊടുക്കാന്. ഓൾക്കോളം മാപ്പിളക്ക് ഒന്നും അറിയണ്ടല്ലോ. മാപ്പിളിനെ വെറുതെ കുറ്റം പറഞ്ഞെങ്ങാണ്ട് ഇവിടെ വന്ന് നിക്ക. മാപ്പിളും പെണ്ണുങ്ങളും കൂടി ഒത്തിട്ടുള്ള പരിപാടി ഈ കാലത്ത്. എന്തായാലേ ഇത് ഞാൻ ഒരു നടക്ക് വിടൂല. അന്നെ എങ്ങനെങ്കിലും ഇവിടെ നാട്ടാനുള്ള പണി ഇന്റെ അടുത്തുണ്ട്. കാണിച്ചരാ. അല്ലോ, 14-ാം തീയതി ആയോ? ഞാനാണെങ്കില് ഡ്രസ്സിന് ഓർഡറും കൊടുത്തിരുന്നല്ലോ. ഇനിയിപ്പൊ അത് വാങ്ങണം. ഗൂഗിൾ പേയിൽ ഇനി എത്ര ഉറുപ്പ്യ ഉള്ളതാണാവോ? ഇതിലാകെ 2000 ഉറുപ്പ്യ ഉള്ളല്ലോ. 2700 ഉറുപ്പ്യ വേണം ആ ഡ്രസ്സിന്. അവനോട് ചോദിച്ചോക്കാം. അതെക്ക, ഞാനൊരു ഡ്രസ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ 2000 ഉറുപ്പ്യ ഇപ്പൊ എന്റെ ഗൂഗിൾ പേയിലുള്ളൂ. നിങ്ങളൊരു 1000 ഉറുപ്പ്യ കൂടി ഇതിക്ക് അയച്ചു തരുമോ? 2700 ഉറുപ്പ്യാണ് ഡ്രസ്സിന്റെ വില. എന്താ പറയണോ?
ആ ഡ്രസ്സല്ലേ? അതിനുള്ള പൈസ ഞാൻ അയച്ചു തരാം. ഒരു 2000 റുപ്യ അയക്കണ്ട, അതിൽ ഒരു 1000 റുപ്യൊക്കെ കുട്ടിക്കും കൂടി ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കും കേട്ടോ സെമീതേ കേട്ടോ. ആ ആയിക്കോട്ടെ, ഞാൻ എടുത്തു കൊടുത്തോളാം. നിങ്ങൾ ഇതിക്ക് അയച്ചിടിട്ടോ. ഓ, പെങ്ങളെ കുട്ടിക്ക് ഡ്രസ് ഇല്ലായിട്ടാ നീ ആ എടുത്ത് തന്നേനെ, അതിനും കൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ടേസ്റ്റ് ഉണ്ട്. താത്ത ഉണ്ട്. അല്ല, നിങ്ങക്ക് പെരേക്ക് പോണെങ്കി നിങ്ങള് പോയിക്കോളിട്ടാ. എന്തായാലും ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ. നിങ്ങക്ക് പോണെന്നുണ്ടെങ്കിൽ പോയിക്കോളി. ഞാൻ പോവായിട്ട് എന്താ എനക്ക് ഇത്ര ധൃതി? ഞാൻ പോയിട്ട് വേണ്ടി വരുമല്ലോ അല്ലേ ഇവിടെ കിടന്നൊന്ന് വിലസാൻ എനക്ക്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. കൊറേ ആയില്ല ഇവിടെ നിക്കണ്. അപ്പൊ എന്നാ പെരേക്ക് പോവുണ്ടാവുമല്ലോ വിചാരിച്ചു ഞാന്. ഞാളില്ലായിട്ട് പോവാതിരിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ തൽക്കാലം ഞാൻ പോണില്ല. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയാണ്ട് പോയിക്കോ. അനക്കെന്താ എന്റെ മാപ്പിളുടെ അടുത്ത് നിന്നാല് എന്തിനാ ഇങ്ങോട്ട് ഇങ്ങനെ വലിയേറി വരുന്നത്? ഞാൻ എന്നോട് വന്നപ്പോ തന്നെ പറയണം വിചാരിച്ചതേന്. കല്യാണം കഴിഞ്ഞാലേ മാപ്പിളാരെ പെരയിൽ നിക്കണം. പിന്നെ അവനാന്റെ വീട്ടിൽ വലിഞ്ഞേറി വന്നാണ്ടല്ലോ ഒരു വില ഉണ്ടാവൂല. അതിപ്പോ അണക്കാണെങ്കിലും ഇക്കാണെങ്കിലും ഒക്കെ അവസ്ഥ തന്നെയാണ്. ഞാൻ അതുകൊണ്ടല്ലേ എന്റെ പെരേക്കൊന്നും പോവാത്തത്. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ കാലം ഇവിടെ ഞാൻ നിക്കാന്നുള്ള ആ വിചാരം ഉണ്ടല്ലോ, ആ വിചാരം മാറ്റി വെച്ചാളാ. ഇക്ക അവിടെ നിക്കാൻ വെക്കായിട്ടല്ലോ താത്ത ഞാൻ ഇവിടെ വന്ന് നിക്കണത്. എന്റെ ഒരു അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവൂല. ആണുങ്ങളാവുമ്പോ പല ബന്ധവും ഉണ്ടാവും. അതൊക്കെ നമ്മള് പെണ്ണുങ്ങൾ കുറച്ചൊക്കെ സഹിച്ചു നിക്കണം. ഞാൻ കണ്ടില്ല എന്റെ അവിടെ തന്നെ നിക്കണ്. അതുപോലൊക്കെ നിക്കണേ. ഇജി എന്നും ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മാപ്പിള വേറെ പെണ്ണുങ്ങളെ അടുത്തേക്ക് പോവന്നെ ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ മാപ്പിളാരെ പെരയിൽ ഒതുങ്ങി നിക്കണം. കാക്കയാണ് ഇങ്ങനെ ചെയ്തിക്കണ് വെച്ചാല് താത്താന്റെ അവസ്ഥ എന്താവും? അതൊന്നും ആലോചിച്ച് നോക്കി. അതിനെ അന്റെ മാപ്പിളല്ല ഇന്റെ മാപ്പിള. ഇക്ക് അങ്ങനൊന്നും ചെയ്യൂല എന്നുള്ളതേ ഇക്ക് നന്നായിട്ട് അറിയാം. ഓ, ഞാൻ പറഞ്ഞ് പറ്റിയിട്ടില്ല ഓക്ക്. ആണെങ്കിൽ പറ്റിയാണ്ടി ഈ ബിസ്ക്കറ്റ് നിർത്തക്കട്ടെ, അല്ലെങ്കിൽ ഓളോളെ മകൾക്ക് ഇട്ടു നിന്റെ അല്ലറെ കൊള്ളക്ക. അങ്ങനെ നിന്റെ മാപ്പിള കൂടുന്ന വെച്ചാൽ അങ്ങനെ തിന്നണ്ട. ഒക്കെ ഇരുന്ന് കേടന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കണല്ലോ ഇപ്പൊ ഇത്. ഇമ്മ എന്ത്യേ? ഞാനും കുട്ടിയും കൂടി ഇവിടുന്ന് പോവമ്മ. പോവേ? അപ്പൊ ചെല്ല പറഞ്ഞത് നേരത്തെ ഇനി ഓൻ്റെ അടുക്ക് പോണില്ല. ഇപ്പൊ എന്താ പെട്ടെന്നൊരു പോക്ക്? ഓല പെരേക്കല്ല, എവിടക്കാ പോണ്ടതൊന്നും അറിയില്ല. പക്ഷെ ഞാനുണ്ട് കുട്ടി ഇവിടെ ഒരു ഭാരമായിട്ട് നിക്കണില്ല. ആരാന്റെ പെരയിൽ പാത്രം മോറിയാലോ എന്റെ കുട്ടീനെ നോക്കാതെ എനിക്ക്. എന്തൊക്കെയാ ഈ പറയണത്? അത് ഞാൻ എന്ത് തെറ്റമ്മ ഓൽക്കൊക്കെ ചെയ്തത്? ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യണില്ലല്ലമ്മ. പിന്നെ എന്തിനാ ഇന്നെങ്ങനെ? പറ്റാത്തോണ്ടാ ഞാൻ ഓരോ കൂടെ പോവാത്ത. എന്റെ കുട്ടി വളർന്നു വരികയാണ്. അതിന്റെ ഭാവിയെങ്കിലും എനിക്ക് നോക്കണ്ടേ. ഞാൻ പോയിക്കോളമ്മ ഇവിടുന്ന്. മാപ്പിളയുടെ പെരയിൽ ഒരു സ്വസ്ഥത ഇല്ലാതെ വന്ന പെണ്ണിന് ഇവിടെ വന്നാലും ഒരു സൗകര്യം കൊടുക്കൂല വെച്ചാല് ഉമ്മാന്റെ കുട്ടി എവിടേക്കും പോണില്ല. ഇത് ഇമ്മാന്റെ പേരിലുള്ള പേരും സ്ഥലമാണ്. ഇവിടുന്ന് എവിടേക്ക് പോവാനാണ്? പിന്നെ ഓന് ചെലവ് തന്നിട്ടില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇമ്മ പണിയെടുത്താലും ഉണ്ടാവും പൈസ ഒക്കെ. ഇത് എവിടേക്കും ഇപ്പൊ ആ ഒരു പൈതലിനായിട്ട് പോണില്ല. ഓക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എവിടേക്ക് ഇത് പോണത്?
ഓളും ആണെങ്കിയാണ് പോയിക്കോട്ടെ. ഓളോളൊരു മാപ്പിളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഓള് ഇങ്ങനെ വലിയ ഞെളിഞ്ഞിങ്ങനെ നിക്കണ്. എന്റെ മകനാണോനോ, ഞാൻ പറഞ്ഞ കേൾക്കാത്തൊരു മക്കളൊന്നും ഉണ്ടാവൂല. ഓക്കുള്ള ഞാൻ കൊടുത്തോണ്ട്. ആ ഏടി എന്താ ഇതെന്താടി ഓളോടി പറയണത്? എന്താ എന്റെ ഉദ്ദേശം? ഒന്നിച്ച് പറഞ്ഞാട്ടിക്ക. ഓളോട് ഇവിടുന്ന് ഇറങ്ങി പോവാനൊക്കെ ഇജ്ജ് പറയുന്നതോ? ഞാനതിന് ഓളോട് ഇവിടുന്ന് ഇറങ്ങി പോവാനൊന്നും പറഞ്ഞിട്ടില്ല. മാപ്പിളുടെ പെരയിൽ കുറച്ചൊക്കെ ഒതുങ്ങി നിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. മാപ്പിളുടെ പെരയിൽ നിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഓള് ഇവിടെ വന്ന് നിക്കണത്. അന്റെ മാപ്പിളയാണ് ഇങ്ങനെ ചെയ്യണ. ഇജ്ജ് നിക്കും ഇവിടെ ഇങ്ങനെ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഓളും. ഓള് ഇവിടെ എന്ന് നിക്കാണെന്നുണ്ടെങ്കിലേ ഞാൻ ഇവിടെ നിക്കൂല. ഇന്റെ ഇക്കാന്റെ ചെലവിലല്ലേ എല്ലാരും നിക്കണത്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ പറയണത് ഓള് കേക്കേണ്ടി വരും. പൊയ്ക്കോ, ഇജ് ഒറ്റക്ക് പോണ്ടി വരും. എന്റെ മകൻ അതിന് കിട്ടുന്ന ഇജ് യാതൊരു പ്രതീക്ഷയും വേണ്ട. പിന്നെ ഇത് ഇന്റെ പേരിലുള്ള പേര് സ്ഥലം കൂടിയാണ്. അന്റെ മാപ്പിള ഇവിടെ ചെലവിന് കൊണ്ടുണ്ട് വിചാരിച്ചിട്ടേ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടിറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതിപ്പോ ഞാൻ രണ്ടു പേരയിൽ പണിയെടുത്താലും കൂട്ടും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ. ഇജ് പോവാണേ പൊയ്ക്കോ, ഒരു പ്രശ്നവും ഇല്ല. എന്റെ മകൻ ഇന്ന് ഇവിടെ വിളിക്കട്ടെ. ഞാൻ ഇത്രയും കാലം ഞാൻ എന്നെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. പക്ഷെ എന്റെ മകൾക്ക് ഇപ്പൊ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കണില്ല. ഓൻ കള്ളു കുടിച്ച് വന്നിട്ട് എന്റെ കുട്ടീനെ എന്തൊക്കെ കാട്ടണെന്നുള്ളത് അണക്കറിയണ കാര്യല്ലേ. എടി, ഈ സുഖവും സൗഭാഗ്യമൊക്കെ ഒരു നിമിഷം മതി ഇല്ലാതാവാനി. എന്റെ മകൻക്കും വേറൊരു പെണ്ണിനായിട്ട് ബന്ധമില്ലാന്ന് എന്നോട് ഓൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്റെ മകൻക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല എന്നുള്ള ഇക്കറിയാം. പക്ഷെ ഒരാണിന്റെ മനസ്സ് മാറണമെന്നുണ്ടെങ്കിലേ അത്ര സമയമൊന്നും വേണ്ട. അന്റെ ഈ ഞെളില് മാറും. അപ്പൊ ഓളിങ്ങനെ ഓളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അന്റെ മാപ്പിള ഇവിടെ ചെലവിന് കൊണ്ടുവരണ്ടെന്നുണ്ടെങ്കിലേ ഇത് ഇന്റെ പേരേന്. ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞ കേൾക്കാത്ത എന്റെ മക്കളൊന്നും ഉണ്ടാവൂല്ല. അനക്ക് ഞാൻ അത്രക്ക് വലിയ നിർബന്ധം വെച്ചാ ഇജ് പോയിക്കോ എന്റെ പേരേക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ. മര്യാദക്ക് ഒതുങ്ങി നിക്കാൻ പറ്റണെന്ന് നിന്നാ മതി ഇവിടെ. നിന്റെ മകളെ പറഞ്ഞാച്ചിങ്ങാണ്ടേ ഇജ് എങ്ങനെ ആയാലും ഇവിടെ നിക്കണ്ട ട്ടാ. ഈ കള്ളം നിക്കാനോടെല്ലാം വിളിച്ച് പറയുവോന്നാവോ? ആകെ പെട്ടല്ലപ്പോ. തള്ളം എന്തേലും വിളിച്ച് പറഞ്ഞതിന് മുന്നേ ഞാൻ തന്നെ എന്തേലുമൊക്കെ വിളിച്ച് പറയേണ്ടി വരും. അല്ലെങ്കിൽ പൊക്കെ എന്റെ മേത്തക്കാവും. ഉള്ള മൂടും പോയി.